الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ചവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ തഖ്വ ബോധത്തോടുകൂടി ജീവിക്കുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജുമുഅയുടെയും വെള്ളിയാഴ്ചയുടെയും പ്രാധാന്യത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും നാം മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ അറിവോടെയും ശ്രദ്ധയോടെയും ജുമുഅയിൽ ഇരിക്കുവാനും ഖുതുബ ശ്രവിക്കുവാനുമുള്ള സന്മനസ്സും തൗഫീഖും ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുകയാണ്. നാം ഒരു യാത്രയിലാണ്, ഒരു നീണ്ട യാത്ര. ആ യാത്ര ചെന്ന് അവസാനിക്കുന്നത് മഹ്ശറയിലാണ്. അവിടെ ചോദ്യങ്ങളുണ്ട്, വിചാരണകളുണ്ട്. നന്മ തിന്മകൾക്കനുസരിച്ചുകൊണ്ട് സ്വർഗ നരകങ്ങൾ വിധിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ഐഹിക ജീവിതത്തിൻ്റെ ലക്ഷ്യമായി വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും നമുക്ക് പറഞ്ഞു തരുന്നത് ഈ പറഞ്ഞ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തുന്ന സമയത്തേക്കുള്ള വിഭവങ്ങൾ ഇവിടെ വെച്ചുകൊണ്ട് സമാഹരിക്കുക എന്നതാണ്. ഞാൻ ഓതിവെച്ച ആയത്തിലും അള്ളാഹു സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. വിശ്വാസികളെ, വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളത്തേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ സമ്പാദിച്ചു വെച്ചിട്ടുള്ളത് എന്നത് നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടുന്ന വിഷയമാണ്. ഞാൻ ഈ ലോകത്ത് നിന്ന് യാത്ര പോകുമ്പോൾ എൻ്റെ കൂടെ എന്താണ് കൊണ്ടുപോകുവാനുള്ളത്, എന്നെ അനുഗമിക്കുക എന്താണ് എന്നതിനെ സംബന്ധിച്ച് സദാസമയവും ഒരു വിശ്വാസിനി ജാഗരൂകരാകേണ്ടുന്ന കാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.
മറ്റൊരു വചനത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വ. നിങ്ങൾ യാത്രാ ഭക്ഷണം ഉണ്ടാക്കണം, നിങ്ങൾക്ക് വേണ്ടിയുള്ള വിഭവങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം. ആ വിഭവങ്ങളിൽ ഏറ്റവും ഖൈറായിട്ടുള്ളത് ഭക്തിയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്, തഖ്വയോട് കൂടിയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് സൂറത്തു ബഖറയിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. ഒരു ഹദീസ് അല്ലെങ്കിലും ഒരു ഇബാറത്ത് ഇങ്ങനെ കാണാവുന്നതാണ്: അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. ഈ ദുനിയാവ് എന്ന് പറയുന്നത് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാകുന്നു. ഇവിടെ നാം ഏത് വിത്താണ് ഇറക്കുന്നത്, ആ വിത്തിന്റെ മേന്മകൾ എന്തൊക്കെയാണ്, ആ വിത്ത് എത്രമാത്രം നല്ല രൂപത്തിൽ നമ്മൾ വളർത്തുകയും പരിപാലിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അതിൻ്റെ വിളവ് നാം കൊയ്തെടുക്കുക. അള്ളാഹു നിർദ്ദേശിച്ച ഏറ്റവും പ്രതിഫലാർഹമായ കാര്യങ്ങളാണ് നാം വിത്തായി ഇവിടെ ഇറക്കിയത് എങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അതിനനുസരിച്ചുള്ള വിളവുകൾ നമുക്ക് കൊയ്തെടുക്കാം. ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഹികമിയായ ഒരു കവിതയിൽ സൂചിപ്പിക്കുകയുണ്ടായി: തസവ്വദ് മിനദ് ദുനിയ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്ർ. നീ നിനക്ക് ആവശ്യമായ യാത്രാ ഭക്ഷണം ഉണ്ടാക്കണം. നമ്മൾ ഭൗതികമായി എവിടേക്കെങ്കിലും ട്രിപ്പ് പോകുമ്പോഴുള്ള കാര്യമല്ല വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും ഇമാം ഷാഫിയുടെ ഈ വചനത്തിലും ഒന്നും പറയുന്നത്. അത് നമ്മൾ ആരും നമ്മെ ഉപദേശിച്ചിട്ടില്ലെങ്കിലും അതിനാവശ്യമായ മുൻകരുതലുകളൊക്കെ നമ്മുടെ അടുക്കൽ ഉണ്ടാകും. ഇവിടെയൊക്കെ പറയുന്നത് മരണത്തോടുകൂടി അവസാനിക്കുന്ന ആ ജീവിതം, പിന്നീട് തുടർന്നു പോകുന്ന ആ യാത്ര, അവിടേക്ക് ആവശ്യമായ ഭക്ഷണം ഉണ്ടാക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. തസവ്വദ് മിനദ് ദുനിയ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്ർ ഫകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ് ദഹർ. നിന്റെ ജീവിതത്തിൽ തസവ്വദ് മിനദ് ദുനിയ, നീ നിനക്ക് ആവശ്യമായിട്ടുള്ള യാത്രാ ഭക്ഷണം ആഖിറത്തിലേക്ക് ആവശ്യമായത് നീ ഉണ്ടാക്കണം. കാരണം ഒരു രാത്രി മൂടിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു പ്രഭാതത്തിന്റെ സാക്ഷിയാവാൻ നീ ഉണ്ടാവുമോ എന്ന് നിനക്കറിയില്ല. അതുകൊണ്ട് എപ്പോഴും അതിന് തയ്യാറായിരിക്കണമെന്ന് നമുക്കറിയാവുന്ന ചെറിയ വചനത്തിൽ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. കടുക് മണിയോളമാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ വിലയിരുത്തപ്പെടുകയും പരിഗണിക്കപ്പെടുകയും ചെയ്യുന്ന നന്മ തിന്മകൾ ആ ഓർമ്മ ജീവിതത്തിൽ ഉണ്ടാകണം. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ ഉപദേശിച്ചപ്പോൾ പറഞ്ഞു: യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലി. നീ ഒരു കടുക് മണിയോളമുള്ള കാര്യമാണ് നിന്റെ ജീവിതത്തിൽ ചെയ്തത് എങ്കിലും അത് പാറക്കൂട്ടങ്ങളിലോ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെയായിരുന്നാലും അള്ളാഹു അതിനെ കൊണ്ടുവരികയാണ്. മുഫസ്സിറുകളായ ആളുകൾ ആ പറഞ്ഞ കടുക് മണിയോളം എന്നതിനെ വിശദീകരിക്കുമ്പോൾ അവർ പറയുന്നു, ഒരു കുഞ്ഞനുറുമ്പിൻ്റെ ഒരു കാലിൻ്റെ കഷ്ണത്തോളമുള്ള ഒരു ഉറുമ്പിനെ തന്നെ, ഒരു ചെറിയ ഉറുമ്പിനെ നമുക്ക് കാണുക പ്രയാസമാണ്. അത്രയും ചെറിയ ഒരു ഉറുമ്പിൻ്റെ അതിൻ്റെ കാല് എത്രത്തോളം ഉണ്ടാകും? ആ കാലിൻ്റെ ഒരു കഷ്ണം, നമ്മുടെ അശ്രദ്ധ അത്രയ്ക്ക് ചെറുതായ കാര്യം ആയിരുന്നാൽ പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ അത് കൊണ്ടുവരപ്പെടും എന്ന് അതിൻ്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകളായ ആളുകൾ രേഖപ്പെടുത്തുകയാണ്.
അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖുന്നാറ വലൗ ബിസിഹ്ഖി തംറ, ഒരു കാരക്കച്ചുള എന്നല്ല കാരക്കച്ചുളയുടെ കീറ് കൊണ്ടെങ്കിലും നീ നരകത്തിൽ നിന്ന് രക്ഷയാവണം, നിനക്ക് നരകത്തിൽ നിന്ന് രക്ഷയുണ്ടാകാനുള്ള വഴി നീ സ്വീകരിക്കണം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തലിഖ്, നന്മകളിൽ ഒന്നിനെയും നീ നിസ്സാരമായി കാണരുത്. അത് ചെറുതല്ലേ, നിസ്സാരമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് നീ അവഗണിക്കരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തലിഖ്, നിന്റെ കൂട്ടുകാരനെ, സഹോദരനെ ഒരു പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി നീ കണ്ടുമുട്ടുന്നത് പോലും അതുവരെ പ്രതിഫലമുള്ളതാണ്, അതുവരെ അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നതാണ്. അതുവരെ നീ അവഗണിക്കുന്ന അവസ്ഥയുണ്ടാവരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരണാസന്നനായി കിടക്കുന്ന സമയത്ത്, അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഉതിർന്നു വീണ സമയത്ത് ചുറ്റിലുമുണ്ടായിരുന്ന സ്വഹാബത്ത് ചോദിച്ചു, അല്ല, അങ്ങ് എന്തിനാണ് കരയുന്നത്? പ്രവാചകന്റെ കൂടെ തൊട്ടുരുമ്മി ജീവിച്ച ആളാണല്ലോ അങ്ങ്. പ്രവാചകനിൽ നിന്ന് കൃത്യമായി എല്ലാം കേൾക്കാനും അറിയാനും കഴിഞ്ഞ ആളാണല്ലോ അങ്ങ്. ജീവിതത്തിൽ ഏറെ പരിശുദ്ധിയോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്ത ആളാണല്ലോ അങ്ങ്. എന്തിനാണ് അങ്ങ് കരയുന്നത്? മാ യുബ്കീക യാ അബാ ഹുറൈറ, അബൂ ഹുറൈറ നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അന്നീ ലാ അബ്കി അലാ ദുനിയാകും ഹാദിഹി, ഞാൻ ഈ ദുനിയാവിൽ നിന്ന് പോവുകയാണല്ലോ എന്ന വേദനയല്ല എന്നെ കരയിപ്പിച്ചത്. വലാകിന്നി അബ്കി ലിബുഅദി സഫർ വഖില്ലത്തി സാദ്, എന്നെ കരയിപ്പിച്ചത് ഞാനൊരു നീണ്ട യാത്രയിലാണല്ലോ, എന്റെ അടുക്കലുള്ള യാത്രാ ഭക്ഷണം ഖില്ലത്താണല്ലോ, അത് വളരെ കുറവാണല്ലോ എന്ന ചിന്തയാണ് എന്നെ കരയിപ്പിച്ചത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കുന്ന സമയത്ത് പറഞ്ഞു എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. മഹാനായ 4ാം ഖലീഫ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത്, ഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ് വഗദൻ ഹിസാബുൻ വലാ അമൽ, ഇന്ന് എന്ന് പറയുന്നത് അത് പ്രവർത്തിക്കാനുള്ള സമയമാണ്. വലാ ഹിസാബ്, ഇവിടെ വിചാരണയില്ല. എന്താണ് നീ ചെയ്യുന്നത്, ചെയ്തിട്ടുണ്ടോ എന്ന വിചാരണ ഇവിടെ വെച്ചുകൊണ്ട് നടക്കുന്നില്ല. എന്നാൽ വഗദൻ, നാളെ ഒരു ദിവസം സമയം നിനക്ക് വരാനുണ്ട്, അവിടെ ഹിസാബുൻ, അവിടെ വിചാരണയാണുള്ളത്. വലാ അമൽ, അവിടെ വെച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള അവസരമില്ല. നഷ്ടപ്പെട്ടു പോയ സമയങ്ങളെയും പ്രവർത്തനങ്ങളെയും വീണ്ടെടുക്കുവാനുള്ള ഒരു സമയം നാളെ ഉണ്ടാവുകയില്ല, അവിടെ ഹിസാബാണ് ഉണ്ടാവുക. ആ ബോധമുണ്ടാവണം എന്ന് അലി റളിയല്ലാഹു അൻഹു ഉത്ബോധിപ്പിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തിരുവചനത്തിലൂടെ 3 കൂട്ടുകാരെ പരിചയപ്പെടുത്തി തരുന്നുണ്ട് നമുക്ക്. 3 കൂട്ടുകാർ. ആ 3 കൂട്ടുകാരെ പറയുന്ന സമയത്ത് പ്രവാചകൻ പറയുന്നു, വഖാല അഹദുഹും, ആ 3 കൂട്ടുകാരിൽ ഒരാൾ അവരോട് പറഞ്ഞു, അന മഅക ഹയാതക, ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്നോടൊപ്പം ഉണ്ടാകും, നീ ഭയപ്പെടണ്ട, നിന്റെ ജീവിതത്തിൽ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. ഫഇദാ മിത്ത ഫലസ്തു മിൻക വലസ്തു മിന്നി, നീ മരിച്ചാൽ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവുകയില്ല, നീ എന്നോടൊപ്പവും ഉണ്ടാവുകയില്ല, നമ്മൾ തമ്മിലുള്ള ബന്ധം പിരിയും, മരണത്തോടുകൂടി നമ്മൾ തമ്മിലുള്ള ബന്ധം പിരിയും. ഇതാണ് ഒരു കൂട്ടുകാരൻ അവനോട് പറയുന്നത്. 2ാമത്തെ കൂട്ടുകാരൻ പറഞ്ഞു, അനമഅക ഫഇദാ ബലഗ്ത തിൽക ശജറ, ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും, ആ മരത്തിന്റെ ചുവട് വരെ ഞാൻ ഉണ്ടാകും. ഏതാണ് ആ മരം? പള്ളിപ്പറമ്പിൽ നമ്മെ മറവ് ചെയ്യുന്ന ആ ഖബർസ്ഥാനിലുള്ള ആ മരമില്ലേ, അവിടം വരെ ഞാൻ ഉണ്ടാകും. എന്നാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫലസ്തു മിൻക വലസ്തു മിന്നി, ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഞാൻ അവിടുന്ന് നമ്മളുമായി ബന്ധം പിരിയും. 3ാമത്തെ കൂട്ടുകാരൻ പറയും, അന മഅക ഹയ്യൻ വ മയ്യിതൻ,
നീ പേടിക്കണ്ട, നിന്റെ ജീവിതത്തിലും നിന്റെ മരണത്തിലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. നിന്റെ ജീവിതത്തിലും മരണത്തിലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. ഇങ്ങനെ 3 കൂട്ടുകാരെ പ്രവാചകൻ പരിചയപ്പെടുത്തി. ഒന്നാമത്തെ കൂട്ടുകാരൻ സമ്പത്താണ്. ഒന്നാമത്തെ കൂട്ടുകാരൻ സമ്പത്താണ്. അത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മളുമായുള്ള ബന്ധം പിരിഞ്ഞു. അവിടെ ബാക്കി വെച്ച് അവശേഷിപ്പിച്ചുകൊണ്ടാണ് നാം പോകുന്നത്. ഒരു ചില്ലിക്കാശ് പോലും നമ്മോടൊപ്പം പോരുന്നില്ല. രണ്ടാമത്തെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞത് നമ്മുടെ കൂട്ടുകുടുംബങ്ങളും ബന്ധുമിത്രാദികളുമാണ്. അവർ ഖബറിൽ നമ്മെ മറമാടി നമുക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലി അവരും പിരിഞ്ഞു പോരുന്നു. അവരും നമ്മോടൊപ്പം പിന്നെ ഇല്ല. മൂന്നാമത്തെ കൂട്ടുകാരൻ അതാണ് നമ്മുടെ അമൽ എന്ന് പറയുന്നത്, സൽപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ആ സൽപ്രവർത്തനങ്ങൾ നമ്മോട് പറഞ്ഞത് അന മഅക ഹയ്യൻ വ മയ്യിതൻ, ഞാൻ ജീവിച്ചിരിക്കുമ്പോഴും എന്നോടൊപ്പം ഉണ്ടാകും, മരണത്തിന് ശേഷവും എന്നോടൊപ്പം ഉണ്ടാകും. അപ്പൊ ഇതൊക്കെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് ജീവിതം പ്രവർത്തന മേഖലയായി തെരഞ്ഞെടുക്കുകയും മരണാനന്തരം സുരക്ഷിതമാകുന്ന ഒരു അവസ്ഥ ഐഹിക ജീവിതത്തിൽ നിന്ന് ഉണ്ടാക്കി വെക്കുകയും ചെയ്യണം എന്നാണ്. ഈ ഒരു കാര്യം, ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ അത് പ്രാവർത്തികമാക്കുവാൻ നമ്മളൊന്ന് മനസ്സുവെച്ചാൽ മാത്രം മതി. അള്ളാഹുവിന്റെ സഹായവും സഹകരണവും പ്രോത്സാഹനവും എല്ലാം അള്ളാഹു ഒരുപാട് കർമ്മങ്ങളിലൂടെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഓരോ ദിവസവും ഉഹുദ് മലയോളം പുണ്യങ്ങൾ വാരിക്കൂട്ടുവാനുള്ള ഒരുപാട് കർമ്മങ്ങൾ മനസ്സുവെച്ചാൽ നിസ്സാരം എന്ന് നമുക്ക് തോന്നുന്ന, എന്നാൽ ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരുപാട് കർമ്മങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, റുബ്ബ അമലിൻ സഗീരിൻ തുഅല്ലിമു ബിന്നിയ്യ. എത്രയെത്ര ചെറിയ പ്രവർത്തനങ്ങളാണുള്ളത്. നമ്മുടെ കണ്ണിൽ ചെറിയ പ്രവർത്തനങ്ങളാണ്. എത്രയെത്ര ചെറിയ പ്രവർത്തനങ്ങളാണുള്ളത്. തുഅല്ലിമു ബിന്നിയ്യ, നിയ്യത്ത് കൊണ്ട് അത് ഏറ്റവും മഹത്തരമായ പ്രവർത്തനങ്ങളായി തീരുന്നു, കൂലി കിട്ടുന്ന കാര്യങ്ങളായി തീരുന്നു. അങ്ങനെയുള്ള എത്രയെത്ര പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ആരാധനകൾ ഏറ്റവും നല്ല അമലുകൾ തന്നെയാണ്. നമസ്കാരം, സകാത്ത്, നോമ്പ്, ഹജ്ജ് എന്നിവയൊക്കെ നല്ല ആരാധനകളും പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളുമാണ്. ഇതെല്ലാം ഏതായാലും നമ്മൾ അനുഷ്ഠിക്കേണ്ടവയാണ്. നിർബന്ധമായും നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അവക്കപ്പുറം എന്തുണ്ട് എന്നത് നമ്മൾ ആലോചിക്കണം. കൂലി കിട്ടുന്ന ഇബാദത്തുകളാണെങ്കിലും അതിനപ്പുറം എന്തുണ്ട് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സ്വഹാബത്തിന്റെ ആലോചന അങ്ങനെയായിരുന്നു. പ്രവാചകന്റെ അനുചരന്മാരുടെ ആലോചന അങ്ങനെയായിരുന്നു. ഒരിക്കൽ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് അവർ പരാതി പറയുകയാണ്. അന്നനാസൻ ഖാലൂ യാ റസൂലല്ലാഹ് ദഹബ അഹ്ലുദ് ദുസൂരി ബിൽ ഉജൂർ. പ്രവാചകരെ, ധനാഢ്യരായ സമ്പന്നരായ ആളുകൾ അവർ പ്രതിഫലങ്ങളെല്ലാം അവർ ശേഖരിച്ചു കഴിഞ്ഞു. അവരതാ ആ പ്രതിഫലങ്ങളെല്ലാം അവർ നേടിക്കഴിഞ്ഞു. യുസല്ലൂന കമാ നുസല്ലി, ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ അവരും നമസ്കരിക്കുന്നു. വയസൂമൂന കമാ നസൂമു, ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് പോലെ അവർ നോമ്പ് നോൽക്കുന്നു. എന്നാൽ ഞങ്ങൾക്കില്ലാത്ത ഒരു കാര്യം, വയതസദ്ദഖൂന ബിഫുളൂലി അംവാലിഹിം, അവരുടെ അടുക്കൽ സമ്പത്തുണ്ട്, ഞങ്ങളുടെ അടുക്കൽ അതില്ല. ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ ദരിദ്രരാണ്. നിസ്കാരത്തിന്റെ കൂലി ഒരു പക്ഷേ അവർക്കും ഞങ്ങൾക്കും കണക്കാണ്. നോമ്പിന്റെ കൂലിയും അതുപോലുള്ള ഇബാദത്തുകളുടെ കൂലിയും ഞങ്ങൾക്കും അവർക്കും കണക്കാണ്. പക്ഷെ ഞങ്ങളെക്കാൾ അവർ മുൻകടക്കുന്നു സ്വതക്കയുടെ വിഷയത്തിൽ. വയതസദ്ദഖൂന ബിഫുളൂലി അംവാലിഹിം, അവരുടെ സമ്പത്തിന്റെ വിഷയത്തിൽ അവർ ഞങ്ങളെ മുൻകടക്കുന്നു. പ്രവാചകരെ, ഒരു പരാതിയായിക്കൊണ്ട് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അവലൈസ ഖദ് ജഅലല്ലാഹു ലക്കും മാ തസദ്ദഖൂന ബിഹി, അവർ ആ സ്വതക്ക ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് പ്രതിഫലം നേടാൻ പറ്റുന്ന അമലുകൾ നിങ്ങൾക്കുമില്ലേ? നിങ്ങൾക്കും അതുപോലെയുള്ള അവരുടെ സ്വതക്കയും കൂടി കണക്കിലെടുത്തുകൊണ്ട് പ്രതിഫലം നേടുവാനുള്ള
അമലുകൾ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്കില്ലേ? എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇന്ന ബികുല്ലി തസ്ബീഹത്തിൻ സ്വദഖ വകുല്ല തക്ബീറത്തിൻ സ്വദഖ വകുല്ല തഹ്മീദത്തിൻ സ്വദഖ. നിങ്ങൾ ചെയ്യുന്ന തസ്ബീഹുകൾ, സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്, വകുല്ല തക്ബീറത്തിൻ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്, വകുല്ല തഹ്മീദത്തിൻ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്, അതുപോലെ നിങ്ങൾക്ക് സ്വതക്കയോളം പ്രാധാന്യം ലഭിക്കുന്ന കാര്യങ്ങളല്ലേ? നിങ്ങൾക്ക് ആ ദിക്റുകൾ ചൊല്ലിയാൽ മതി. ആ ധനാഢ്യരായ ആളുകൾ അവർ നേടുന്ന ആ പ്രതിഫലം നിങ്ങൾക്ക് ഈ സ്വതക്കകളിലൂടെ, ഈ പറഞ്ഞ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറഞ്ഞ ഈ താല്പര്യത്തോടു കൂടി, ഈ നിയ്യത്തോടു കൂടി ചെയ്താൽ നിങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലം നേടാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ആശ്വസിപ്പിക്കുകയാണ്, സമാധാനിപ്പിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ താല്പര്യം എന്താണ്? പടച്ചോനെ, നീ ഞങ്ങളെ സ്വർഗത്തിലാക്കണം. സ്വർഗത്തിലാക്കിയാൽ മാത്രം പോരെ റബ്ബേ, ഫിർദൗസ് എന്ന സ്വർഗത്തിൽ തന്നെ. അതാണ് ഉന്നതമായ സ്വർഗം. ആ ഉന്നതമായ സ്വർഗം തന്നെ വേണം റബ്ബേ. നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കാൻ കഴിയില്ല റബ്ബേ എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ താല്പര്യം. അദ്ദേഹം പറയുന്നു, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലൻ നാരിൽ ജഹീമി. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ, പടച്ചോനെ, നീ ഞങ്ങളെ ഫിർദൗസിന്റെ അഹ്ലുകാരാക്കിയിട്ടില്ല എങ്കിൽ, വലാ അഖ്വാ അലൻ നാരിൽ ജഹീമി, നരകത്തിന്റെ തീഷ്ണമായ ആ ശിക്ഷ അനുഭവിക്കാൻ കഴിയില്ല റബ്ബേ. അതുകൊണ്ട് ഫിർദൗസ് തന്നെ വേണം. മനസ്സിലുള്ള ആഗ്രഹമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുക. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി. പടച്ചോനെ, എനിക്ക് തൗബ നൽകണമേ, എന്റെ പാപങ്ങൾ പൊറുത്തു തരണമേ. ആരാണ്? ജീവിതത്തിൽ നമ്മുടെ ദൃഷ്ടിയിൽ ഒരു ചെറിയ പാപം പോലും വന്നു പോകാൻ സാധ്യതയില്ലാത്ത സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, എന്റെ പാപങ്ങൾ പൊറുത്തു തരണമേ, നീ ഏറ്റവും കൂടുതൽ പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്ന്. അതുപോലെയുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലും ഉണ്ടാകണം. ആ സ്വഹാബികളുടെ മനസ്സുകളിലും ചിന്തയിലുമുള്ള ആ ആഗ്രഹം, പടച്ചവനെ, ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് വല്ലതും സമ്പാദിക്കുവാൻ, എന്റെ കൂടെ നന്മയുടെ ഭാണ്ഡവുമായി ഖബറിലേക്ക് പോകാൻ, തുടർന്ന് മഹ്ശറയിൽ പുനർജീവിതത്തിന്റെ സമയത്ത് എന്നെ സഹായിക്കുന്ന അവസ്ഥയുണ്ടാവാൻ ഉള്ള മോഹവും ആഗ്രഹവും നമ്മുടെ മനസ്സുകളിലൊക്കെ ഉണ്ടാവണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിരുവചനത്തിലൂടെ ഉണർത്തുന്നു, കുല്ലു സുലാമാ മിനൻ നാസി അലൈഹി സ്വദഖ കുല്ല യൗമിൻ തത്ലഉ ഫീഹി ശംസ്. സൂര്യനുദിക്കുന്ന ഓരോ ദിവസത്തിലും ഓരോ വിശ്വാസിയുടെയും അവയവങ്ങളിലൂടെ അവന് ഒരുപാട് സ്വദഖകൾ ചെയ്യുവാനുണ്ട്. സ്വദഖന്റെ കൂലി നമ്മൾ ഒരുപാട് ആയത്തുകളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പണം കൊടുക്കൽ, ദാനം ചെയ്യൽ മാത്രമല്ല സ്വദഖ. ഈ ഹദീസിൽ പ്രവാചകൻ പറയുന്നത്, അതിന് 7 കതിരുകളും 100 മണികളും 700 ഇരട്ടിയായി നൽകുന്ന ഈ സമ്പത്തും അതുപോലെയുള്ള സൽപ്രവർത്തനങ്ങളും. എന്നിട്ട് പ്രവാചകൻ ഓരോ ദിനവും നമുക്ക് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള സ്വദഖകളെ കുറിച്ച് പറയുന്നു. തുഈനുർ റജുല തഅദിലു ബൈനൽ ഇസ്നൈനി സ്വദഖ, രണ്ടാളുകൾക്കിടയിൽ നീതി പുലർത്തുക എന്നത് സ്വദഖയാണ്. വതുഈനുർ റജുല ഫീ ദാബത്തിഹി ഫതഹ്മിലുഹു അലൈഹാ സ്വദഖ, പ്രയാസപ്പെടുന്ന ഒരാളെ വാഹനത്തിലേക്ക് കയറാൻ ഒന്ന് സഹായിക്കുക എന്നത് സ്വദഖയാണ്. ഔ തർഫഉ അലൈഹാ മതാഅഹു ലഹു സ്വദഖ, ഒരാളുടെ ചരക്കുകൾ, വിഭവങ്ങൾ വാഹനത്തിലേക്കൊന്ന് കയറ്റി കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് സ്വദഖയാകുന്നു. ഔ കലിമത്തുൻ തയ്യിബ, ഇനി ഇതൊന്നും ഉണ്ടായില്ല, കണ്ടില്ല ഒരു ദിവസമെങ്കിൽ നല്ല വാക്കുകൾ സംസാരിക്കുന്നത്, മറ്റുള്ളവരോട് നല്ല രൂപത്തിൽ സംസാരിക്കുന്നത് സ്വദഖയായിട്ടാണ് പരിഗണിക്കുന്നത്. വകുല്ലി ഖത്വത്തിൻ തംശിഹാ ഇലസ്വലാത്തി സ്വദഖ, നീ നമസ്കരിക്കുവാൻ വേണ്ടി നടക്കുന്ന കാലടികൾ നിനക്ക് സ്വദഖയായി രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. വതുമീതുൽ അദാ അനി ത്വരീഖി സ്വദഖ,
വഴിയിൽ കാണുന്ന ഉപദ്രവം നീ ഒന്ന് തട്ടി നീക്കിയാൽ സ്വതക്കയാണ്. ഇങ്ങനെ പ്രവാചകൻ നമ്മുടെ അവയവങ്ങളിലൂടെ ദൈനംദിനം ഒന്ന് മനസ്സു വെച്ചാൽ നമുക്ക് ലഭിക്കാൻ കഴിയുന്ന അളവറ്റ സ്വതക്കയുടെ പ്രതിഫലം പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇതൊക്കെ നമ്മുടെ പരലോകത്തിലേക്കുള്ള മഹിസറയിലേക്കുള്ള പാണ്ടക്കെട്ടായി, നന്മയുടെ പാണ്ടക്കെട്ടായിട്ടാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അതുപോലെ നോക്കൂ, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഇത്രേ ചൊല്ലിയിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അസീം എന്ന് നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്. ഇവിടെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അത്രമാത്രം ഒരാൾ ഫീ യൗമിൻ മിഅത മറ, ഒരു ദിവസം 100 പ്രാവശ്യം ഒരാൾ ചൊല്ലിയാൽ ഹുത്തത് ഖതായാഹു, അവന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുന്നതായി. വഇൻ കാനത് മിസ്ല സബദിൽ ബഹരി, അത് സമുദ്രത്തിലെ നുരയും പതയും കണക്ക് അത്രമാത്രം ഉയരത്തിലുള്ളതായിരുന്നാലും, അത്രമാത്രം അധികമുള്ള പാപങ്ങളാണ് ജീവിതത്തിൽ വന്നു പോയതെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നൊരു ദിവസം 100 പ്രാവശ്യം ചൊല്ലിയാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്. അതുപോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം എന്നുകൂടി കൂട്ടിച്ചൊല്ലിയാലോ അതിനെപ്പറ്റി പ്രവാചകൻ പറയുന്നു, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ. പടച്ചോന് ഏറ്റവും ഇഷ്ടമുള്ള 2 വചനങ്ങളാകുന്നു സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. അതുപോലെ നമ്മുടെ തിന്മകൾ തൂക്കുന്ന തുലാസിനെ ഏറ്റവും ഖനമുണ്ടാക്കുന്നതാണ് ഈ ദിക്റുകൾ. അതുപോലെ നാവിന് ചൊല്ലാനോ വളരെ ലളിതമായതുമാണ്. അതുകൊണ്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം എന്ന് പറയുക എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. അതുപോലെ പ്രവാചകൻ പറയുന്നു, മൻ ഖാല സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി, ഒരാൾ സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി എന്ന് പറഞ്ഞാൽ ഉരിസത് ലഹു നഖ്ലത്തുൻ ഫിൽ ജന്ന, അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു ഈത്തപ്പന നട്ടു. ആ ഈത്തപ്പന നല്ല ഫലഭൂഷ്ടിയോടുകൂടി വളരുന്ന, നല്ല ഫലം നൽകുന്ന ഒരു ഈത്തപ്പന സ്വർഗത്തിൽ അവന് വേണ്ടി പിടിപ്പിക്കപ്പെടും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം എന്ന് പറഞ്ഞാൽ, അപ്പോ നമ്മൾ മനസ്സു വെച്ചാൽ, നമ്മളൊരു അള്ളാഹുവിലുള്ള തഖ്വയോടുകൂടി ബോധത്തോടുകൂടി എൻ്റെ സമയങ്ങളെയും ചിന്തകളെയും പ്രയോജനപ്രദമാക്കണം എന്ന ആലോചനയോടുകൂടി നമ്മൾ ഓരോ ദിവസവും ഒന്ന് മനസ്സു വെച്ചാൽ ഇതുപോലെയുള്ള ധാരാളം പ്രതിഫലങ്ങൾ, നമ്മുടെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുന്ന, നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു തൈ നടുന്ന, നമ്മുടെ പാപങ്ങൾ മുഴുവനും മായ്ച്ചു കളയുന്ന, നമ്മുടെ തുലാസിൽ ഖനം തൂങ്ങുന്ന ചെറിയ ചെറിയ ദിക്റുകളും ദുആകളും മറ്റു പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി വിശദീകരണം നമുക്ക് അടുത്ത ആഴ്ചയിൽ നിർവഹിക്കാവുന്നതാണ്. ഇങ്ങനെ നാം അശ്രദ്ധരായി പോകുന്ന, എന്നാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഓരോ ദിവസവും നമുക്ക് ഒരുപാട് നന്മകൾ ഉണ്ടാക്കാൻ പറ്റുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് തിരുവചനങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ വിശദീകരിക്കാം. ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുകയും എനിക്ക് മടങ്ങിപ്പോകണം എന്ന ചിന്ത മനസ്സിലെപ്പോഴും ഉണ്ടാവുകയും ഈ ദുനിയാവ് എന്ന് പറയുന്നത് എനിക്ക് പ്രവർത്തിക്കാനുള്ള അവസരമാണ്, നാളെ അതിന് അവസരമുണ്ടാവുകയില്ല എന്ന ആലോചനയോടുകൂടി ജീവിക്കുകയും ചെയ്യുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വശുക്രൻ ബിനിഅമതിഹി വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത്, ഉസീകും ഇബാദുല്ലാഹി
സാനിയം ബിത്തഖ്വല്ല. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. നമ്മളീ പറഞ്ഞ മഹ്ശറയിൽ ചെല്ലുമ്പോൾ ആരും നമ്മെ സഹായിക്കാനും രക്ഷിക്കാനും ഒന്നും ഉണ്ടാവുകയില്ല എന്നത് നമുക്കറിയാം. അവിടെ ഉണ്ടാവുക അള്ളാഹുവിൻ്റെ പരിഗണനയാണ്, അവൻ്റെ സംസാരമാണ്, അവൻ്റെ പരിഗണനയാണ്, അവൻ്റെ നോട്ടമാണ്. എന്നാൽ ഒരു തിരുവചനത്തിൽ പ്രവാചകൻ പറഞ്ഞു, സലാസത്തു, 3 വിഭാഗം ആളുകൾ, ലാ യുകല്ലിമുഹുമുല്ലാഹ് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവരോട് സംസാരിക്കൂല. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് അല്ലാഹ് നോക്കുക പോലുമില്ല, പരിഗണിക്കുക പോലുമില്ല അള്ളാഹു. വലാ യുസക്കീഹിം, അവരെ അള്ളാഹു സംസ്കരിക്കുകയുമില്ല. അള്ളാഹിന്റെ എന്തൊരു അനുഗ്രഹം! ആ മഹ്ശറയിൽ നടക്കുന്ന വിശ്വാസികളായ ആളുകൾ, പാപം ചെയ്യാത്തവരായി മനുഷ്യരില്ല. ചിലപ്പോൾ പൊറുക്കപ്പെടാത്ത പാപങ്ങളും നമ്മുടെ ലിസ്റ്റിലൊക്കെ ബാക്കി ഉണ്ടാകാം, റെക്കോർഡിൽ. പടച്ചോൻ ഈ കിതാബ് നൽകുന്ന നേരത്തൊക്കെ നൽകുന്ന ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് എപ്പോഴെങ്കിലും വിശാലമായി വിശദീകരിക്കേണ്ട ഭാഗങ്ങളാണ്. അവിടെ അള്ളാഹ് അടുത്തേക്ക് വിളിച്ചിട്ട് അവനോട് ഇതൊക്കെ നീ ചെയ്തതല്ലേ എന്ന് ചോദിച്ചിട്ട് ഈ പാപം മുഴുവനും മായ്ച്ച ഒരു റെക്കോർഡ്, ഇത് ഡിലീറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡാണ് അള്ളാഹ് കൊടുക്കുക, നന്മകൾ മാത്രമല്ല. ഇത്രക്കും അള്ളാഹു കരുണ ചെയ്യുന്ന അവസരമാണ് മഹ്ശറ. എന്നാൽ ആ സമയത്ത് അള്ളാഹ് നോക്കുകയോ പരിഗണിക്കുകയോ അള്ളാഹുവിൻ്റെ സംസാരമുണ്ടാവുകയോ ചെയ്യാത്ത 3 വിഭാഗം ആളുകളിൽ ഒരു വിഭാഗത്തെ അള്ളാഹു എടുത്തു പറയുന്നത് വൽ മുസ്ബിലു ഇസാറുഹു എന്ന, വസ്ത്രം നിലത്തഴച്ച് നടക്കുന്നവൻ എന്ന്. നമ്മുടെ വസ്ത്രം എങ്ങനെ ഉടുക്കണം, എന്തുടുക്കണം എന്നതൊക്കെ നിർദ്ദേശിക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെ വസ്ത്രം നെരിയാണിക്ക് താഴെ ധരിക്കുന്നവരിലേക്ക്, അങ്ങനെ വലിച്ചഴച്ച് നടക്കുന്നവരിലേക്ക് അള്ളാഹുവിൻ്റെ ഒരു പരിഗണനയും മഹ്ശറയിൽ ഉണ്ടാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ എവിടെയാണ് നമ്മുടെ വസ്ത്രത്തിന്റെ അതിര്? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നെരിയാണിക്ക് താഴെ താവാം. എന്നാൽ ഒരു പുരുഷന്റെ പ്രവാചകൻ പറയുന്നു, ഇസാറത്തുൽ മുസ്ലിമി ഇലാ നിസ്ഫിസാ, കണങ്കാലിന്റെ പകുതി വരെ, വല ഹറജ ഫീമാ ബൈനഹു വ ബൈനൽ കഅബൈനി, അതിനും അവന്റെ നെരിയാണി വരെയുമാകുന്നതിന് കുഴപ്പമില്ല. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മാ കാന അസ്ഫല മിനൽ കഅബൈനി വഹുവ ഫിന്നാർ, അവിടുന്ന് താഴോട്ടുള്ളത് നരകത്തിലാണ്. അത് പണ്ഡിതന്മാർ മുഹദ്ദിസുകൾ വിശദീകരിക്കുമ്പോൾ അവിടുന്ന് താഴോട്ടുള്ള വസ്ത്രം മാത്രമല്ല, ആ വസ്ത്രം ധരിച്ചവനും സ്വർഗത്തിലാണ്, നരകത്തിലാണ് എന്ന് വിശദീകരിക്കുന്നത് കാണാം. അപ്പോ ഗൗരവമേറിയ ഒരു വിഷയമാണ് വസ്ത്രധാരണം എന്ന് പറയുന്നത്. അതിൽ വസ്ത്രം നെരിയാണിക്ക് താഴെ വരിക എന്നുള്ളത് ഇന്ന് പലപ്പോഴും അതൊരു ഫാഷനായി മാറുന്ന ഒരു കാലത്താണ് ഞാൻ ജീവിക്കുന്നത്. എന്താണ് അതിൻ്റെ ഗുണം എന്ന് ചോദിച്ചാൽ ഭൗതികമായോ ശാസ്ത്രീയമായോ ആർക്കും ഒന്നും പറയാനില്ല, ദോഷം മാത്രമേ പറയാനുള്ളൂ. അതിൽ അഴുക്ക് പുരളും എന്നത് ശരിയാണ്, അതുപോലെ വൃത്തികേടാകും എന്നത് ശരിയാണ്. അങ്ങനെ അതിൻ്റെ ദോഷമല്ലാതെ ഭൗതികമായോ ശാസ്ത്രീയമായോ ആർക്കൊന്നും പറയാനില്ലെങ്കിലും പല ആളുകളും അങ്ങനെ ഒരു ഫാഷനായി ധരിക്കുന്നത് കാണാം. ഇസ്ലാമികമായി വളരെയധികം ശിക്ഷ അർഹിക്കുന്ന രൂപത്തിലുള്ള കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും പ്രാവർത്തികമാക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഈമാനോടുകൂടി മരണപ്പെടുവാനും നിന്റെ അടുക്കലേക്ക് തഖ്വയുടെ ഭാണ്ഡവുമായി നിന്നെ കണ്ടുമുട്ടുവാനുമുള്ള മഹാഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, നിസ്സാരമെന്ന് ഞങ്ങൾക്ക് തോന്നുന്ന സൽപ്രവർത്തനങ്ങൾ പോലും പ്രാധാന്യത്തോടുകൂടി നിയ്യത്തോടുകൂടി ഏറ്റവും പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാനുള്ള സന്മനസ്സും തൗഫീഖും ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്നതും മരണപ്പെട്ടു പോയതുമായ മാതാപിതാക്കളും ചെയ്തു പോയ
എല്ലാ തെറ്റുകുറ്റങ്ങളും അവർക്കും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മനസ്സുകളിലുള്ള നല്ലതായ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളുമെല്ലാം ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ച് തരണമേ തമ്പുരാനെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നീ ശിഫ നൽകണമേ തമ്പുരാനെ. അള്ളാഹുവെ, വീടുകളിലും ഹോസ്പിറ്റലുകളിലുമെല്ലാം രോഗശയ്യയിൽ കിടക്കുന്ന വയോവൃദ്ധരായ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ, നിന്റെ കാരുണ്യത്താൽ, നിന്റെ കൃപയാൽ, നിന്റെ ദയയാൽ അള്ളാഹുവെ അവർക്കൊക്കെ നീ ശമനവും ആശ്വാസവും നൽകണമേ തമ്പുരാനെ. അള്ളാഹുവെ, ആ ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള ഒരു മനസ്സ് അങ്ങനെയുള്ള ആളുകൾക്ക് നീ നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, അത്തരത്തിൽ പ്രായാധിക്യത്തിൽ ഞങ്ങളുടെ വീടുകളിൽ ഉള്ള മാതാപിതാക്കളോ ബന്ധുമിത്രാദികളോ ആയിരുന്നാലും അവർ ഞങ്ങളുടെ സ്വർഗത്തിൻ്റെ കാരണക്കാരാണ് എന്ന ചിന്തയിൽ അവരെ നോക്കുവാനും ശുശ്രൂഷിക്കുവാനും പരിപാലിക്കുവാനുമുള്ള ആ സന്മനസ് ഞങ്ങൾക്ക് നീ നൽകണമേ റഹ്മാനെ. ഈമാനോടുകൂടി ജീവിക്കുവാനും അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.